എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആറാമത്തെ അധ്യായം എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഓർഗനൈസ് യുവർ ഡെസ്ക്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നമ്മുടെ മേശ അതിനെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു അധ്യായമായിട്ട് തോന്നി. കാരണം എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എൻ്റെ മേശ, അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വളരെ അലങ്കോലമായിട്ടാണ് ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറുള്ളത്. അതിന് പ്രത്യേക ഒരു അവാർഡ് എനിക്ക് തരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മേശ വളരെ അടുക്കും ചിട്ടയോടുകൂടി സൂക്ഷിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അയാളുടെ ജോലിയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് അത് വലിച്ചു വാരിയിട്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആ ജോലിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അയാൾക്ക് തോന്നാറുണ്ട്. ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സെൻ ബുദ്ധിസത്തിൽ ഓരോ വ്യക്തികളുണ്ടാകും ഈ ദേവാലയങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മിനിമം 2 വട്ടമെങ്കിലും ആ ഒരു ആരാധനാലയം മൊത്തമായിട്ട് അവർ വൃത്തിയാക്കാറുണ്ട്. അത് വൃത്തിയാക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നതിന് വേണ്ടി മാത്രമല്ല. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ദിവസവും കുറേ നേരം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിലും ശരിക്കും പറഞ്ഞാൽ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊടിയും അഴുക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് വൃത്തിയാക്കുമ്പോൾ, നമ്മളിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തെ എന്താ പറയുന്നത്, ആ ഒരു മേശയോ അല്ലെങ്കിൽ നമ്മുടെ മുറിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്ത് അവസ്ഥ ആയിക്കോട്ടെ, ജോലി ചെയ്യുന്ന ഓഫീസിലെ ആണെങ്കിലും വീട്ടിലെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്ഥിരമായിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കുക. അത് മറ്റുള്ളവർ കണ്ട് എന്ത് പറയും എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാനായിട്ട് സിംബോളിക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ മാറുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് ശീലമുണ്ടെങ്കിൽ അത് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. അപ്പം എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അവരവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇനി ജോലി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു മേശയോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അതിന് നല്ല വൃത്തിയായിട്ട് പരമാവധി നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം അതുവഴി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള അഴുക്കാണ് നമ്മളവിടെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർക്കു വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല, നമുക്ക് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും വളരെ വൃത്തിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ അടുക്കും ചിട്ടയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ മുതലെങ്കിലും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ചെറിയ പ്രക്രിയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പം എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേരുന്നു.